നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാറ്റുലി 90.4. അക്ഷരങ്ങളിൽ എന്റെ നാട് ഏഴാമതൂഴം. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി വയനാട് ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ റേഡിയോ മാറ്റുലിയുടെ സഹകരണത്തോടെ നാടിനെ അടയാളപ്പെടുത്തിയ കൃതികളെയും എഴുത്തുകാരെയും പരിചയപ്പെടുത്തുന്ന പരിപാടിയുടെ ഏഴാമത് ഊഴമാണിത്. എഴുത്തുവഴികളിലൂടെ അനേകർക്ക് ദിശാബോധം നൽകിയ എഴുത്തുകാരും വായനയെ ജീവതാളമാക്കി മാറ്റിയ ഗ്രന്ഥശാല പ്രവർത്തകരുമാണ് ഈ ഊഴത്തിൽ നമുക്കൊപ്പം എത്തുന്നത്. നിർവഹണം ഷാജൻ ജോസ്. നിർവഹണ സഹായം സുധീർ PK. തികച്ചും ലളിതമായ പ്രമേയങ്ങളെ നിരവധി അർത്ഥസൂചകങ്ങളാൽ സമ്പന്നമാക്കാനും രചനകളെ ചിന്തോദ്ദീപകമാക്കാനും കഴിവുള്ള പുതുതലമുറ എഴുത്തുകാരനാണ് ഈ സന്തോഷ് കുമാർ. കഥാപാത്രങ്ങൾക്കുള്ളിലെ വൈരുദ്ധ്യങ്ങളെയും പ്രചോദനങ്ങളെയും ഭീതിയെയും തിരിച്ചറിഞ്ഞ് അവ അവതരിപ്പിക്കാൻ എഴുത്തുകാരൻ പ്രാപ്തനാവുന്നത് അയാളുടെ ദാർശനിക ബോധത്തിലാണ്. അഭയാർത്ഥി പ്രശ്നത്തെ അത്തരത്തിൽ കാണാനും അതിൻ്റെ സാമൂഹ്യ പ്രശ്നത്തെ മനസ്സിലാക്കി അവതരിപ്പിക്കാനും നിഴലുകളായി ഒതുങ്ങിപ്പോവുന്ന ഇത്തരക്കാരുടെ പലായനങ്ങളും ഇവർ നേരിടുന്ന ആക്രമണങ്ങളും ദുരന്തങ്ങളുമൊക്കെ ലോകത്തിൽ എല്ലായിടത്തും പല അളവിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിൽക്കുന്നിടത്ത് വേരുകൾ ഉറപ്പിക്കാനാവാതെ പോകുന്ന ഇത്തരക്കാരുടെ വ്യതയ്ക്ക് ആഴവും പരപ്പും ഏറെയുണ്ട്. ഏറ്റവും ലളിതമായി എഴുതുക എന്നതാണ് ഏറ്റവും ശ്രമകരമായ പ്രവൃത്തി എന്ന് പറഞ്ഞു വയ്ക്കുന്ന എഴുത്തുകാരൻ കഥാപരിസരങ്ങളും അവ രൂപപ്പെടുന്ന വഴികളും നമുക്ക് ചുറ്റുമുണ്ടെന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട്. അവ കാണാനും ഏറ്റെടുക്കാനും കണ്ണുകൾ തുറന്നിരിക്കണമെന്ന് മാത്രം. നിരന്തരം ദുഃഖങ്ങൾ വേട്ടയാടുന്ന, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന മനുഷ്യർ, ചെറിയ സാഹചര്യങ്ങളിൽ പോലും ജീവിക്കാൻ ജീവിതം പഠിപ്പിച്ചവർ, അവരുടെ നേർത്ത സന്തോഷങ്ങൾ, സ്ഥായീഭാവങ്ങളായ മൗനം, വാക്കുകൾ ഇഴപിരിച്ചെടുക്കാനായാൽ ദുരിതത്തിൻ്റെ തീരാക്കയങ്ങളിൽ വീണുപോയ അവരുടെ ജീവിതങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഇത്തരം അരികുപറ്റിയ ജീവിതങ്ങളെ സൂക്ഷ്മതലത്തിൽ വായിച്ചെടുക്കാൻ എപ്പോഴും ശ്രമിക്കുന്ന എഴുത്തുകാരനാണ് ഈ തൃശ്ശൂരുകാരൻ. മികച്ച കഥയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരമടക്കം നിരവധി പുരസ്കാരങ്ങൾ രചനാ വൈശിഷ്ട്യത്താൽ തൻ്റെ പേരിനൊപ്പം ചേർത്ത് വെച്ച ഈ എഴുത്തുകാരൻ ചാവുകളി എന്ന ചെറുകഥാ സമാഹാരത്തോടെയാണ് സാഹിത്യ ലോകത്ത് അടയാളപ്പെടുത്തലുകൾ ഉണ്ടാക്കിയത്. സമകാലീന ജീവിതത്തിൻ്റെ ആസുരഭാവങ്ങളുടെ അന്തർധാരകളെ നിരന്തരം പഠനവിഷയമാക്കിയ ഉത്തരാധുനികനായ ഈ കഥപറച്ചിലുകാരൻ്റെ ഏറ്റവും പുതിയ കൃതിയായ തപോമയിയുടെ അച്ഛൻ 2025 വയലാർ അവാർഡിലേക്കും മലയാറ്റൂർ പുരസ്കാരത്തിലേക്കും എത്തിയത് യാദൃശ്ചികമായിട്ടല്ല, മറിച്ച് എഴുത്തിൻ്റെയും പ്രമേയത്തിൻ്റെയും കരുത്തുകൊണ്ടാണ്. ഐലിൻ കുർദിൻ്റെ നിശബ്ദവേദനയ്ക്ക് സമാനമായ നൊമ്പരം വായനക്കാരന് നൽകുന്ന, അവൻ്റെ സ്വാസ്ഥ്യം നശിപ്പിക്കുന്ന ചിന്തകളെ കയറൂരി വിടുന്ന ഈ കൃതി നമുക്കായി പരിചയപ്പെടുത്തുന്നത് മാനന്തവാടി പഴശ്ശിരാജ സ്മാരക ഗ്രന്ഥാലയത്തിലെ പ്രവർത്തകയും വനിതാവേദി കൺവീനറുമായ വിജിഷ വിജയകുമാറാണ്. മലയാള സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ വിജിഷ നിലവിൽ മേരിമാത ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ മലയാള വിഭാഗം അധ്യാപികയാണ്. വായന ഇഷ്ടവിനോദമായ ടീച്ചറിൻ്റെ വാക്കുകളിലൂടെ തപോമയിയുടെ അച്ഛനെ നമുക്ക് കണ്ടെടുക്കാം. അയാളുടെ സങ്കടപ്പെയ്ത്തിന് കാതോർക്കാം. മനുഷ്യജീവിതത്തിലെ തീവ്രവ്യതകളെയും ആത്മബന്ധങ്ങളുടെ ഇഴയെടുപ്പത്തെയും സൂക്ഷ്മമായി തന്റെ കൃതികളിൽ ആവിഷ്കരിക്കുന്ന എഴുത്തുകാരനാണ് ഈ സന്തോഷ് കുമാർ. മലയാളത്തിലെ ഉത്തരാധുനിക ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ ഈ സന്തോഷ് കുമാറിന്റെ 2025 വയലാർ അവാർഡിന് അർഹമായ കൃതിയാണ് തപോമയിയുടെ അച്ഛൻ. അമ്യൂസ്മെന്റ് പാർക്ക്, അന്ധകാരനഴി, ജ്ഞാനഭാരം തുടങ്ങിയ അദ്ദേഹത്തിന്റെ നോവലുകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ ഭൂമികയിലാണ് തപോമയിയുടെ അച്ഛൻ ജനിക്കുന്നത്. എക്കാലത്തും ഗൗരവവും പ്രസക്തവുമായ അഭയാർത്ഥിത്വം എന്ന വിഷയം ലളിതമായ ഭാഷയിൽ തപോമയിയുടെ അച്ഛനിലൂടെ ഈ സന്തോഷ് കുമാർ വായനക്കാരിൽ എത്തിക്കുന്നു.
മലയാളത്തിൽ അഭയാർത്ഥി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരുപാട് നോവലുകളും കഥകളും ഉണ്ടായിട്ടുണ്ട്. ആനന്ദിന്റെ അഭയാർത്ഥികളൊക്കെ ഉദാഹരണമാണ്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ലളിതമായ ഭാവത്തോടെ വാക്കുകളുടെ ശക്തമായ അതിപ്രസരമൊന്നുമില്ലാതെ മനുഷ്യജീവിതത്തിലെ നിസ്സഹായതകളും മനുഷ്യബന്ധങ്ങളിലെ സങ്കീർണതകളും സംഘർഷങ്ങളും സൂക്ഷ്മമായി അവതരിപ്പിക്കുന്ന നോവലാണിത്. മനുഷ്യർ ജീവിതത്തിൽ നിർബന്ധമായും കാണേണ്ടുന്ന ചില ഇടങ്ങളുണ്ട്. ഒരു ജയിൽ, മെന്റൽ ഹോസ്പിറ്റൽ, പിന്നെ മാറാരോഗികളെ പരിചരിക്കുന്ന ഒരു വാർഡ്. മൂന്നും കാണേണ്ടതു തന്നെ. മനുഷ്യരുടെ അഹന്ത കുറയ്ക്കാൻ അത്തരം സന്ദർശനങ്ങൾ സഹായിക്കും. എന്നാൽ ഇക്കാലത്ത് അതിന്റെ കൂടെ ചേർക്കേണ്ട ഒന്നുകൂടിയുണ്ട്: അഭയാർത്ഥി ക്യാമ്പുകൾ. എന്നിങ്ങനെ നോവലിന്റെ തുടക്കത്തിൽ ആഖ്യാതാവ് പറഞ്ഞു വെക്കുന്നത് പോലെ തന്നെ അഭയാർത്ഥി ക്യാമ്പുകളിലെ മനുഷ്യരുടെ ആഴത്തിലുള്ള വികാരങ്ങളെ ഒപ്പിയെടുക്കുന്ന നോവലാണ് തപോമയുടെ അച്ഛൻ. ദില്ലി, കൊൽക്കത്ത, ബർമ്മ, കിഴക്കൻ ബംഗാൾ എന്നിവിടങ്ങളിലെ അഭയാർത്ഥി ജീവിതത്തിന്റെ അരക്ഷിതമായ മനുഷ്യാവസ്ഥകൾ ഈ കൃതി ഭാവതീവ്രതയോടെ അനുഭവിപ്പിക്കുന്നു. തപോമയുടെ സുഹൃത്തായ ഒരാളിന്റെ അന്വേഷണത്തിലൂടെയാണ് നോവലിലെ ആഖ്യാനം മുന്നേറുന്നത്. അഭയാർത്ഥികളുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഷെൽട്ടർ എന്ന സംഘടനയുടെ ചുമതലക്കാരനാണ് ഈ നോവലിലെ ഒരു പ്രധാന കഥാപാത്രമായ 40-കാരൻ തപോമയി ബറുവ. കിഴക്കൻ ബംഗാളിൽ നിന്നും വന്ന അഭയാർത്ഥിയാണ് തപോമയുടെ അച്ഛനായ ഗോപാൽ ബറുവ. അദ്ദേഹമാണ് തപോമയുടെ അച്ഛൻ എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രം. അച്ഛൻ മകൻ ബന്ധത്തിന്റെ തീവ്രമായ ഒരു ഇഴയെടുപ്പം നോവലിൽ ദർശിക്കാം. പുരാതന ലിപികൾ കണ്ടെത്തുകയും അതിന്റെ കെട്ടഴിക്കുകയും ചെയ്യുന്ന കേണൽ ഷൺമുഖം സന്താനത്തിനോടൊപ്പം ചേർന്ന് ഗോപാൽ ബറുവ ഗൂഢഭാഷയിൽ പ്രാവീണ്യം നേടുകയും തന്റെ ജീവിതത്തിൽ ആരോടും പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കാത്ത നിഗൂഢതകൾ ഒരു ലിപി സഞ്ചയത്തിലാക്കുകയും ചെയ്യുന്നു. ആ ലിപി സഞ്ചയങ്ങൾ ഉൾക്കൊള്ളുന്ന ഡയറി ആഖ്യാതാവിന് ലഭിക്കുകയും അതിലൂടെ ഗോപാൽ ബറുവയുടെ ഗൂഢമായ ജീവിതം ചുരുളഴിയുകയും ചെയ്യുന്നു. ഈ ഡയറിക്കുറിപ്പിലൂടെയാണ് ആഖ്യാതാവ് തപോമയെയും അച്ഛനെയും മറ്റു കഥാപാത്രങ്ങളെയും നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. മനുഷ്യ മനസ്സിന്റെ ഉള്ളറകളിലേക്കുള്ള ചുഴിഞ്ഞുനോട്ടം കൂടിയാണ് ഈ നോവൽ എന്ന് പറയാം. കിഴക്കൻ ബംഗാളിൽ നിന്ന് സുന്ദർബൻസിലെ ഒരു ദ്വീപിലേക്ക് അഭയാർത്ഥിയായി എത്തിയ ഒരാളാണ് ഗോപാൽ ബറുവ. പിന്നീട് ഒരു പ്രളയത്തിൽ ആ ദ്വീപ് മുങ്ങിയപ്പോൾ ബംഗാളി ബുദ്ധിസ്റ്റായ ഗോപാലിന് കൊൽക്കത്തയിലേക്ക് അഭയം തേടി പോകേണ്ടി വരുന്നു. ഗോപാലിനെ കുറിച്ചുള്ള നോവലിലെ വിശദമായ ചിത്രം ഇതാണ്. പുരാതനമായ വീടിന്റെ ചോർന്നൊലിക്കുന്ന വരാന്തയിൽ ഒരറ്റത്ത് ഒരു മരക്കസേരയിലിരുന്ന് മഴ പെയ്യുന്നത് നോക്കിക്കൊണ്ടിരിക്കുന്ന പ്രായം ചെന്ന മനുഷ്യൻ. മഴ ഗോപാൽദായുടെ കുപ്പായത്തിൽ നനവുള്ള ഭൂപടങ്ങൾ ഉണ്ടാക്കുന്നു. ഓരോ പുതുമഴയിലും അയാൾ ഭൂതകാലത്തിലെ ആ പഴയ മഴ തന്നെ നനയുകയായിരുന്നു. ഓരോ കാർമേഘവും അയാൾക്കുള്ളിൽ ഓർമ്മകളുടെ പൊള്ളുന്ന മഴ പെയ്യിക്കുകയായിരുന്നു. കരകവിഞ്ഞൊഴുകുന്ന ആ നദിയും അതിന്റെ തീരത്തെ കുറച്ച് ജീവിതങ്ങളും കുഞ്ഞു ചാലുകളായി ഒഴുക്കാൻ, ആ പ്രളയത്തിന്റെ ശക്തി ക്ഷയിപ്പിക്കാൻ തന്റെ ചിഹ്നഭാഷയിലൂടെ ശ്രമിക്കുകയായിരുന്നു അയാൾ. പ്രാചീനമായ മഴ പോലെ ഒരിക്കലും അടങ്ങാത്ത ഒരു സങ്കടപ്പെയ്ത്തിൽ അടിമുടി നനഞ്ഞു ജീവിച്ച ഗോപാൽ ബറുവയും അയാളുടെ ഒപ്പം ഒരു നിഴലായി മാത്രം നിന്ന സുമനയും അഭയാർത്ഥികൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന തപോമയും അതിജീവനത്തിനായി പൊരുതി മരിച്ച ജഹാനും വായിച്ചെടുക്കാൻ കഴിയാത്ത നിഗൂഢമായ ലിപികളിൽ എഴുതപ്പെട്ട ഭാഷ പോലെ ജീവിച്ചു തീർക്കുന്ന പർവീണ, സന്താനം കേണൽ ഷൺമുഖം, തപസ് സർക്കാർ, ഗിരിധർ റാവു തുടങ്ങിയ കഥാപാത്രങ്ങളും നോവലിൽ നിറഞ്ഞു നിൽക്കുന്നു. നോവലിന്റെ ആദ്യ ഭാഗങ്ങൾ വായിക്കുമ്പോൾ തപോമയാണ് കേന്ദ്ര കഥാപാത്രമെന്ന് തോന്നിയേക്കാം. എന്നാൽ ആകാംക്ഷയുടെ തിടുക്കത്തിൽ പേജുകൾ മറിക്കുമ്പോൾ നോവലിന്റെ പേര് പോലെ തന്നെ തപോമയുടെ അച്ഛനായ ഗോപാൽ ബറുവയാണ് കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് മനസ്സിലാകും. നിഗൂഢമായ ഭാഷകളിൽ എഴുതപ്പെട്ടതാണ് നമ്മുടെയൊക്കെ ജീവിതമെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന നോവലാണിത്. മനുഷ്യൻ നിവർന്നു നിൽക്കുന്നത് തന്നെ ഭാഷയിലാണല്ലോ എന്ന തപോമയുടെ വചനങ്ങൾ അന്വർത്ഥമാക്കുന്ന ഭാഷയുടെയും ജീവിതങ്ങളുടെയും സങ്കീർണമായ കെട്ടുപിണച്ചിലുകളെ ഒന്നൊന്നായി ചുരുളഴിയിക്കുന്ന സന്തോഷ് കുമാറിന്റെ തപോമയുടെ അച്ഛൻ എന്ന നോവൽ ഏറെ വ്യത്യസ്തമായ ആവിഷ്കാരമാണ്. ലിപികളെയും സംസ്കാരത്തെയും കുറിച്ച് അന്വേഷിക്കാൻ ഒരു സാധാരണ വായനക്കാരനെ പോലും പ്രേരിപ്പിക്കുന്ന തരത്തിലാണ് നോവൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അഭയാർത്ഥികളുടെ മാനസിക വിഷമങ്ങൾ മാത്രമല്ല, അവരുടെ പ്രതീക്ഷകളും നോവൽ മനോഹരമായി ആവിഷ്കരിക്കുന്നു. മലയാള നോവൽ സാഹിത്യത്തിന്റെ സ്ഥായിയായ പല ശീലങ്ങളെയും ഉള്ളടക്കത്തെയും നിശബ്ദമായി ലംഘിക്കുന്ന രചനയാണിത്. പ്രതിസന്ധികളെ അവസരമാക്കി പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോഴും കീഴ്മേൽ മറിഞ്ഞു പോകുന്ന തോണിയെയും തോണിക്കാരനെയും നോവലിൽ കാണാം. ബോട്ടിലിരുന്ന് നിങ്ങൾ അയാളെ കണ്ടിരുന്നോ? ഗോപാൽ ബറുവ ഗൂഢഭാഷയിൽ എഴുതിയ ഈ അർത്ഥം വരുന്ന വാചകത്തിന്റെ ഭാരം നോവൽ വായിച്ചു തീർന്നാലും നെഞ്ചിൽ അവശേഷിക്കും. നോവലിൽ നിറഞ്ഞു നിന്ന് പെയ്യുന്ന മഴ വായനക്കാരെ അടിമുടി നനയ്ക്കുന്നുണ്ട്. അഭയാർത്ഥികളുടെ കണ്ണീരും പ്രതിരോധവും
വായനക്കാരെ നോവൽ വായനയ്ക്കു ശേഷവും നിരന്തരമായി വേട്ടയാടും. അഭയാർത്ഥികൾ വേരുറയ്ക്കാത്ത ജലസസ്യങ്ങൾ പോലെയാണെന്ന് എഴുത്തുകാരൻ പറയുന്നുണ്ട്. മണ്ണിൽ തൊടാത്ത വേരുകൾ കൊണ്ട് അവ വെള്ളത്തിൽ നിലയൂന്നുന്നു, ഒന്നിനും ഒരു ഉറപ്പുമില്ലാതെ. അഭയാർത്ഥികളുടെ ഏറ്റവും ഭീതിതവും നിസ്സഹായവുമായ ജീവിതത്തെ സിനിമ കാണും പോലെ നോവൽ അടയാളപ്പെടുത്തുന്നു. ആഞ്ഞടിക്കുന്ന തിരമാലകൾ പോലെ പ്രക്ഷുബ്ധമായ തന്റെ മനസ്സിനെ നിസ്സംഗമായ മുഖഭാവത്തിൽ ഒളിപ്പിച്ച തപോമയുടെ അച്ഛനും നമുക്കൊക്കെ അപരിചിതമായ ആ പ്രാചീന ചിഹ്നലിപികളും അഭയാർത്ഥികൾക്ക് വേണ്ടി രാപ്പകൽ അധ്വാനിക്കുന്ന തപോമയുമൊക്കെ വായനയ്ക്കൊടുവിലും നമ്മുടെ മനസ്സിൽ മായാതെ നിൽക്കും. മനോഹരമായ ഭാഷ, എഴുത്തിലെ സൂക്ഷ്മത, വായനക്കാരന്റെ ഉള്ളിൽ ആണ്ടിറങ്ങുന്ന കഥാപാത്രങ്ങൾ എന്നിവ നോവലിന്റെ പ്രത്യേകതകളാണ്. നോവലിൽ ഉടനീളം വന്നുപോകുന്ന ഓരോ കഥാപാത്രവും അവരുടെ ബന്ധങ്ങളുടെ ആഴവുമാണ് ഈ നോവലിനെ കൂടുതൽ മനോഹരമാക്കുന്നത്. വിദൂരതയിൽ മഴ നോക്കി നിൽക്കുന്ന ഗോപാൽ ബറുവ വായനയ്ക്കു ശേഷവും ഒരു വേദനയായി അവശേഷിക്കുന്നു. വായനക്കാരനും ആ മഴയിൽ നിന്നും രക്ഷപ്പെടാനാവുന്നില്ല എന്നതാണ് ഈ നോവലിനെ മലയാളത്തിലെ മികവുറ്റതും വായിക്കപ്പെടേണ്ടതുമായ സാഹിത്യ സൃഷ്ടിയാക്കി മാറ്റുന്നത്. അക്ഷരങ്ങളിൽ എൻ്റെ നാടിൻ്റെ അടുത്ത അധ്യായത്തിൽ ജൂലൈ 2 മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി PN ഗോപികൃഷ്ണൻ്റെ തകർന്ന പള്ളിയാണ് പള്ളി എന്ന കവിതാ സമാഹാരത്തെ മലയാളത്തിൻ്റെ ശ്രദ്ധേയനായ യുവകവിയും കവിതാ ലോകത്ത് വയനാടിൻ്റെ തനത് സംഭാവനയുമായ അതുൽ പൂതാടി അവതരിപ്പിക്കും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാറ്റുലി 90.4. അക്ഷരങ്ങളിൽ എന്റെ നാട് ഏഴാമതൂഴം. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി വയനാട് ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ റേഡിയോ മാറ്റുലിയുടെ സഹകരണത്തോടെ നാടിനെ അടയാളപ്പെടുത്തിയ കൃതികളെയും എഴുത്തുകാരെയും പരിചയപ്പെടുത്തുന്ന പരിപാടിയുടെ 7ാമത് ഊഴമാണിത്. എഴുത്തുവഴികളിലൂടെ അനേകർക്ക് ദിശാബോധം നൽകിയ എഴുത്തുകാരും വായനയെ ജീവതാളമാക്കി മാറ്റിയ ഗ്രന്ഥശാല പ്രവർത്തകരുമാണ് ഈ ഊഴത്തിൽ നമുക്കൊപ്പം എത്തുന്നത്. നിർവഹണം ഷാജൻ ജോസ്. നിർവഹണ സഹായം സുധീർ PK.